ട്രാക്കിന്റെ ഇതൊരു വലിയ സന്തോഷമുള്ള ദിവസം കൂടിയാണ്. അതിന്റെ ഒരു പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ട്രാക്കിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയ ആറ്റിങ്ങൽ ജോയിന്റ് RTO ശരത്ചന്ദ്രൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജനനം ഉണ്ടാവുന്നത് കാരണം അന്ന് ഇത് ബാല്യത്തിലാണ് ട്രാക്ക്. അന്നുള്ള ഭരണസമിതിയിലുള്ള ആൾക്കാർ മാത്രമാണ് അന്ന് ചുക്കാപ്പി എടുക്കാൻ രാത്രി വരുന്നത്. അവർക്ക് പകൽ വേറെ പണിയൊന്നുമില്ല. പകല് വേറെ പണി എന്ന് പറഞ്ഞാൽ പണി ഇല്ലാഞ്ഞിട്ടല്ല, പകല് വേറെ ജോലിയുണ്ട്. രാത്രി കാലങ്ങളിൽ മൊത്തം നിന്ന് ചുക്കാപ്പി എടുത്തിട്ട് പകല് ജോലിക്ക് പോകും. വീണ്ടും അവർ തന്നെ രാത്രി വന്ന് അങ്ങനെ ഒരു 7-8 അല്ലേ രംഗം നമ്മളോടൊപ്പം ഉണ്ട് ജോർജല്ല. അപ്പോൾ 8-9 പേര് ചേർന്നാണ് അന്ന് എല്ലാ ദിവസവും ഈ 30 ദിവസവും നമ്മൾ കൊടുത്തത്. പക്ഷെ ഇന്നിപ്പോ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ടീമിൽ 15 വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇവരടുത്ത 7 തന്നെ അവർ 8 തന്നെ അവർ ഡ്യൂട്ടി എടുത്താൽ മതി. അപ്പൊ ആ രീതിയിൽ ട്രാക്ക് വളർന്നു ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ അത്രയും നല്ല ഒരു ടീമായിട്ട് ട്രാക്ക് മാറാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. അപകടങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്, റോഡ് ആക്സിഡന്റിന്റെ തോത് കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ 10 വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നെടുത്താലും അതിനുതകുന്ന തരത്തിലുള്ള ആക്സിഡന്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് നാളിതുവരെ ട്രാക്ക് നടത്തുന്നത്. അതിലെടുത്തു പറയേണ്ടതൊന്ന്, നമ്മുടെ എല്ലാ വർഷവും ഈ ആക്സിഡന്റ് കൂടുതലായി നടക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ മഞ്ഞുകാലമാണ്. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളെന്ന് പറയുന്നത് തണുപ്പ് ഏറെയുള്ള മാസങ്ങളാണ്. മാത്രവുമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറെ ആൾക്കാർ നമ്മുടെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെടുന്ന ഒരു പീരീഡിലൂടെയാണ് ഈ സമയം എന്ന് പറയുന്നത്. കേരളത്തെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി ട്രാക്ക് അതിന് ഒരു പരിഹാരം എന്നുള്ളതാണ് ഈ ഡിസംബർ മാസം 1-ാം തീയതി മുതൽ, എല്ലാ വർഷവും ഡിസംബർ മാസം 1-ാം തീയതി മുതൽ ട്രാക്കിന്റെ വോളണ്ടിയേഴ്സ് ഹൈവേ സൈഡിൽ, അതായത് ബൈപ്പാസിന്റെ അവിടെ രാത്രികാല ഡ്രൈവർമാർക്ക് ചുക്കുകാപ്പി വിതരണം നടത്തി അവർക്ക് കുളിയുള്ള മുന്തിരിങ്ങയും മറ്റുമൊക്കെ നൽകി ആക്സിഡന്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി അവരെ ഒന്നും കൂടെ അലർട്ട് ചെയ്തുകൊടുത്ത സംവിധാനം നടത്തിയിട്ടുണ്ട്. സമൂഹത്തിലെ വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരെ ട്രാക്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആദരിച്ചു. കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അഞ്ജലി ഭാവന IPS പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്റെ ഡ്യൂട്ടിയാണോ വേറൊരു ഡ്യൂട്ടിയാണോ? ആൾക്കാർ എപ്പോഴും ഡെലിഗേഷന് വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. എനിക്കിപ്പോൾ ഇത്രയും ഡ്യൂട്ടി അവർ കഴിഞ്ഞു, അപ്പൊ എനിക്ക് പോവാം, അടുത്ത ആൾ വരട്ടെ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ പെട്ടെന്ന് വേറൊന്നും ചിന്തിക്കാതെ ആ മനുഷ്യന്റെ ജീവന് വേണ്ടി മാത്രം നിൽക്കുന്നത്. അപ്പം അതും നമുക്ക് എത്ര പറഞ്ഞാൽ മതിയാവില്ല. ആ ഉദ്യോഗസ്ഥരും കൂടി ഒന്ന് ആമയിഴച്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർഫോഴ്സ് സ്കൂബ ടീം അംഗങ്ങളായ വിജേഷ്, ഷഹീർ, ജിതിൻ എന്നിവരെയും പുത്തൂർ വെണ്ടർ എന്ന സ്ഥലത്ത് കിണറ്റിൽ വീണ് രാധമ്മ എന്ന സ്ത്രീയെ സാഹസികമായി രക്ഷപ്പെടുത്തിയ പുത്തൂർ സബ് ഇൻസ്പെക്ടർ ജയേഷ്, അഞ്ചാലുമൂട് സ്റ്റേഷൻ പരിധിയിൽ ഞാറക്കൽ കിണറ്റിലകപ്പെട്ട ലളിതാബായി അമ്മയെ രക്ഷപ്പെടുത്തിയ അഞ്ചാലുമൂട് സബ് ഇൻസ്പെക്ടർ സഞ്ജയൻ, തിരുവനന്തപുരം തൃശൂർ സൂപ്പർഫാസ്റ്റിലെ ഡ്രൈവർക്ക് ദേഹാസ്വസ്ഥം തോന്നി കുഴഞ്ഞു വീണപ്പോൾ ബസ്സിലെ യാത്രക്കാരനായ മോട്ടോർ വാഹന വകുപ്പ് MVI ആയ രമേശ് ഉണ്ണിത്താൻ വാഹനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഡ്രൈവറെ ആശുപത്രിയിൽ എത്തിച്ച് വാഹനം കരുനാഗപ്പള്ളി ഡിപ്പോയിൽ എത്തിച്ച് നല്ല പ്രവർത്തിക്കും. റോഡപകടങ്ങളിൽ പരിക്കുപറ്റുന്നവരെ യഥാസമയം ആശുപത്രിയിൽ എത്തിച്ച് ഈ മേഖലയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ശക്തികുളങ്ങര ഗണേഷ്, ഈ വർഷത്തെ മോട്ടോർ വാഹന മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് മുഖ്യമന്ത്രിയുടെ മോട്ടോർ വാഹന അവാർഡ് നേടിയ MVI ജയകുമാർ, ലിജേഷ്, പമ്പ മുതൽ പത്തനംതിട്ട വരെ ശബരിമല സേഫ് സോൺ പദ്ധതിയുടെ ഭാഗമായി സൈൻ ബോർഡ് ശുചീകരണം നടത്തിയ 20 ട്രാഫിക് വോളണ്ടിയേഴ്സ് എന്നിവരെ അഞ്ജലി ഭാവന IPS ആദരിച്ചു. ട്രാക്ക് വർക്കിംഗ് പ്രസിഡന്റും ആറ്റിങ്ങൽ ജോയിന്റ് RTOയുമായ ശരത്ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കൊല്ലം സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറും ട്രാക്ക് സെക്രട്ടറിയുമായ ഷാനവാസ് H, കൊട്ടാരക്കര കാർത്തിക്, സന്തോഷ് തങ്ങൾ, നൌഷാദ്, ആരിഫ് തുടങ്ങിയവർ പങ്കെടുത്തു.